തിരുവല്ലയ്ക്കടുത്ത് വെണ്ണിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 24 സെൻറ്റിൽ 2800 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഒരു വിക്ടോറിയൻ സ്റ്റൈലാണ് ഇതിൻ്റെ എലിവേഷന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. പേര് എബ്രഹാം ഈപ്പൻ, തോട്ടത്തിൽ എന്നാണ് വീട്ടുപേര്, വലിയ തോട്ടത്തിൽ. എൻ്റെ മകൻ ബൈജു ടി ഈപ്പൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ടീപ്പൻ്റെ പേരിലാണ് ഈ വീട്, അവനാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. അവരും ബിനിത വൈഫാണ്, 2 മക്കൾ. ആക്ച്വലി ഫാദറും മദറും അവർ വയസ്സായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ പഴയ വീട് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. സോ അവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഫാദറിനും മദറിനും വയസ്സാവുന്നതും ബുദ്ധിമുട്ടാവല്ലോ എന്ന് ഓർത്ത് അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഒരു റീസൺ, ഒരു വീട്, പുതിയൊരു വീട് എന്നുള്ളൊരു പോയിന്റിലോട്ട് എത്തിയത്. പിന്നെ എത്രയും വേഗം ഒരു വീട് വെച്ച് തീരണം, നമ്മുടെ ആ ഒരു ബേർഡൻ എടുക്കാൻ പറ്റുന്നൊരു പ്രായത്തിൽ ചെയ്യണമെന്നുള്ളൊരു തോട്ടം ഉണ്ടായിരുന്നു. കാരണം വയസ്സാകും തോറും നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെസ് അത് ഓർത്തിട്ട് നമ്മൾ ഓക്കെ അങ്ങനെ ഒരു തോട്ടിൽ ഞാനും വൈഫും കൂടെ കുറച്ച് നാൾ പല യൂട്യൂബ് വീഡിയോസും പല മാഗസിനുകളും ഒക്കെ ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, പല റീൽസുകളും ഒക്കെ ഇങ്ങനെ. അങ്ങനെ സഡൻലിയാണ് ഞാൻ ഗ്രീൻ ആഷ് വില്ല എന്ന ഫേമിലോട്ട് എത്തുന്നത്. കാരണം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ള ആളാണ് സുബിൻ. ഈ സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലോട്ട് ഏകദേശം റോഡ് ലെവലിൽ നിന്നൊരു 2 അടി താഴ്ന്ന് നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്ലോട്ടിനോട് അടുത്ത് തന്നെയാണ് ഈ മണിമല 6 പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 വന്നിട്ട് തിരിഞ്ഞു പോകുന്ന ഒരു കോർണറോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ 6 ദിശ മാറി ഒഴുകി ഈ പ്ലോട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മളന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ ജനിച്ച വീടെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൻ്റെ നേരെ ജസ്റ്റ് മുൻപിൽ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് പഴയ കാലത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ 3 വീടുകൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയതാണ്. അപ്പോൾ ആ 3 വീട് പോയതിനത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് മാറി അപ്പുറത്ത് കുടുംബ വീട് വേറെ പണിതത്, വെള്ളം പൊങ്ങാത്ത ആ ഏരിയയിലേക്ക് മാറിയത്. അപ്പോൾ ഈ 2018 വെള്ളപ്പൊക്കത്തിന് വെള്ളം ഇവിടെ വന്ന് ഈ പുരയിടത്തിൽ കയറിയിട്ട് ഒരു 6 അടിയല്ല 10 അടിയോളം പൊങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് കറക്റ്റ്. അത്രയും വെള്ളം വേറൊരു ദിശ മാറിയിട്ട് ഒഴുകി ഞങ്ങളുടെ ഈ പുരയിടത്തിൽ കൂടെ പോകുന്നത് അത് കാണിച്ചു കൊടുത്തു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പ്ലോട്ടിൽ ഫ്ലഡ് ലെവൽ നമ്മൾ മാർക്ക് ചെയ്യും, അതിലും 1 അടിയോളം പൊങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഗ്രൗണ്ട് ലെവൽ ഫിക്സ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ പ്ലോട്ട് നിലവിലുണ്ടായിരുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 6 അടിയോളം മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഗ്രൗണ്ട് ലെവലാണ് ഈ വീട് പണിയാൻ വേണ്ടി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മണ്ണ് വളരെ നേർന്ന മണ്ണാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു നല്ല ഹൈറ്റിൽ പില്ലർ പണിതിട്ടേ പറ്റൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ഈ ഫുൾ ഏരിയയിലെ മണ്ണ് മാറ്റിക്കൊണ്ട് 28 പില്ലർ കംപ്ലീറ്റ് ഉണ്ട്. അത് വെച്ച് ഒരു 4-4.5 മീറ്റർ ഹൈറ്റിൽ പില്ലർ പണിതിട്ടാണ് ഈ വീട് ശരിയാക്കിയെടുത്തത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രിയേഷൻ ശരിക്കും ക്രിയേറ്റർ ഇവർ തന്നെയാണ്. കാരണം അവർ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ, അല്ലെങ്കിൽ തന്നെ ഈ പഴയ രീതി കൊണ്ടുവച്ചായിരുന്നെങ്കിൽ പിന്നെയും ഈ വെള്ളപ്പൊക്കത്തിന് വേണമെങ്കിൽ വീട് പോകും, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നേന്. ഇവർ പറഞ്ഞു അതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യണം, നമുക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈ രീതിയിൽ പോയി. ഈ പ്ലോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്ലോട്ട് പുറകോട്ട് പോകും തോറും വീതി കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ വീടിൻ്റെ പ്ലാനിങ്ങിലേക്ക് വന്നപ്പോൾ വീടിനെ ഏകദേശം ഒരു മിഡിലായിട്ട് പ്ലേസ് ചെയ്ത് പുറകിലും മുന്നിലും അത്യാവശ്യം മിറ്റം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഏകദേശം ഒരു 13 മീറ്ററോളം മിറ്റം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കാർ പോർച്ചും നല്ല വിശാലമായിട്ടുള്ള പേവിംഗ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് യാർഡും വരുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഫുൾ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ലൊരു വിക്ടോറിയൻ സ്റ്റൈൽ വേണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട് ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പം ഫുള്ള് വൈറ്റ് കളർ ഡോറും ഒക്കെ ആയിട്ട് നല്ല ഇതിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വിക്ടോറിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ ആ ഒരു ഡിസൈൻ സ്റ്റൈൽ ഒരു ടിപ്പിക്കൽ രീതിയാണല്ലോ. ഞാൻ പഠിച്ചത് ഊട്ടിയിലായിരുന്നു എൻ്റെ എഞ്ചിനീയറിംഗ്. അവിടെ എല്ലാം കുറേ ബിൽഡിങ്ങുകളുണ്ട്. അങ്ങനെ അവരുടെ ഒരു
പാറ്റേൺ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പ്ലസ് വൈറ്റ് എന്ന് പറയുന്നത് ഈവൻ എൻ്റെ പേരൻസ് പോലും ഡോറെല്ലാം വൈറ്റിൽ ചെയ്യാനായിട്ട് അവർ ഞങ്ങളുടെ തന്നെ വുഡ് തേക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ തേക്കിൻ്റെ കളർ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക്, ബട്ട് സ്റ്റിൽ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ ഒരു വീടിന് അതാണ് റൈറ്റ് എന്നുള്ളൊരു ഡെസിഷനിൽ ഞാൻ വൈറ്റ് തന്നെ സ്റ്റിക്ക് ചെയ്തു. ബട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിനെ എഗ്രി ചെയ്തു. യെസ്, വൈറ്റാണ് അതിൻ്റെ ഒരു ഭംഗി. മറ്റേ നോർമൽ വുഡിൻ്റെ പാറ്റേണിലോട്ട് പോയിരുന്നെങ്കിൽ ആ ഒരു ഔട്ട് കിട്ടില്ല. എഗ്രി ചെയ്തു. പേരൻസ് ആയാലും എല്ലാവരും. ഫൈനലി അത് കൺസ്ട്രക്ഷൻ കഴിയുമ്പോഴാണ് അവർക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ പ്ലോട്ടിൽ നമ്മൾ ഈ വീടിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നോർത്ത് വെസ്റ്റിലും അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റിലും ബെഡ്റൂംസ് വരുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം വരുന്നത് സൗത്ത് വെസ്റ്റ് സൈഡിലാണ്. ഈ 2 ബെഡ്റൂമിൻ്റെ ഇടയിലായിട്ടാണ് നമ്മളിതിൻ്റെ അപ്പർ ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ കിച്ചനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കിച്ചനും അതിൻ്റെ വർക്ക് ഏരിയയും അതുപോലെ കിച്ചനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോർത്ത് ഈസ്റ്റ് കോർണറിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഡ്രോയിങ് റൂമിനെ പ്ലേസ് ചെയ്തു. ഈ 2 പാർട്ടിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മൾ ഡൈനിങ്ങും അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങും കോർട്ട്യാർഡും ഉൾപ്പെടുന്ന സ്പേസിനെ കൊടുത്തേക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ക്രോസ് വെന്റിലേഷൻ വരുന്ന രീതിയിലാണ്. കോർട്ട്യാർഡും അതുപോലെ തന്നെ ഡൈനിങ്ങിൻ്റെ അവിടുന്ന് ഫ്രണ്ടിലേക്ക് ഒരു ഗാർഡനും ഒക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്പേസ് ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ ഏരിയയിലായിട്ട് ഫുൾ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന രീതിയിൽ ഹൈറ്റ് കൂട്ടി അവിടുത്തെ ടെമ്പറേച്ചറെല്ലാം കുറയത്തക്ക രീതിയിലുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇലവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു വിക്ടോറിയൻ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പൊതുവേ നമ്മുടെ വിക്ടോറിയൻ ഡിസൈനിലൊക്കെ കാണുന്നത് പോലെ തന്നെ വൈറ്റ് കളറിലുള്ള PU ഫിനിഷ്ഡ് ആയിട്ടുള്ള വിൻഡോസും ഡോർസും, അതുപോലെ വൈറ്റും ഓഫ് വൈറ്റും കാണുന്ന ഭിത്തികളുടെ കളറും അതുപോലെ തന്നെ ഗ്രേ കളറിലുള്ള റൂഫിങ്ങും ഒക്കെയാണ് ഈ വീടിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇതിൻ്റെ വിൻഡോയുടെ ഷേപ്പും അതുപോലെ തന്നെ ഇതിനകത്ത് വിക്ടോറിയൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന ആ ഒരു ഡിസൈൻ വർക്കുകളും ഒക്കെ തന്നെയാണ്.